അമ്മ അമ്മ. അമ്മയില്ല, അച്ഛനേ ഉള്ളൂ. എന്നാ മോനെ അച്ഛനെ വിളിക്ക്. എന്താ ടിൻഡു, ആരാ എന്നെ വിളിച്ചേ? സാറേ വല്ലതും തരണേ സാറേ. അത് ശരി, പിച്ചക്കാരനാണല്ലേ? ഇവിടെ ഒന്നുമില്ല, പോ. അങ്ങനെ ആട്ടി ഓടിക്കാതെ സാറേ. സാർ അത് ഞാൻ ചെന്നൈയിൽ നല്ലൊരു കൃഷിക്കാരനായിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ മഴ കാരണം എല്ലാം മുടിഞ്ഞു പോച്ചു സാർ. ഞാൻ പാപ്പരാച്ച്. കഷ്ടം, ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. സാറിന് ഇപ്പൊ സങ്കടം വന്നില്ലേ? അതുകൊണ്ട് എന്തെങ്കിലും താ സാറേ. സങ്കടമാണെങ്കിൽ എനിക്കും ഉണ്ടടാ കുറെ സങ്കടം. അതിനിങ്ങനെ തെണ്ടി നടക്കണോ? നല്ല ആരോഗ്യമുണ്ടല്ലോ. ഈ വയസ്സിലോ സാറേ? താൻ ചെറുപ്പല്ലടോ. ചെറുപ്പോ സാറേ? അത് മുടിയെല്ലാം ഡായി പോട്ടത്. എനിക്ക് 60 വയസ്സുണ്ട് സാറേ. തന്നെ കണ്ടിട്ടൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. അയ്യോ, അത് സാറിന് തോന്നുന്നതാ. പട്ടിണി കിടന്ന് അങ്ങനെ ആയിപ്പോയതാണ് സാറേ. പട്ടിണി കിടന്ന കള്ളലക്ഷണം വരുമോ? അതൊരു പുതിയ അറിവാണല്ലോ. എന്നാ മോൻ 10 ദിവസം പോയി പട്ടിണി കിടക്ക്, അപ്പ കാണാം. 10 ദിവസം പട്ടിണി കിടന്നാ പിന്നെ കാണേണ്ടി വരില്ല, കുഴിച്ചെടുത്ത് നോക്കേണ്ടി വരും. എടോ ചത്ത് പണ്ടറിയണി പോവില്ലേ? സാറേ ഡയലോഗ് നിർത്തി, എന്തെങ്കിലും താ സാറേ. ഞാൻ പോവാ. ഇവനോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ഇങ്ങനെയൊന്നും ഇവന്മാര് പോവില്ല. മോനെ എന്തെങ്കിലും താ, കഞ്ഞി കുടിക്കാൻ വല്ലതും താ. ഓക്കെ ശരി, ഇതാ പിടിച്ചോ സ്പൂൺ. കഞ്ഞി കുടിക്കാൻ വല്ലതും വേണമെന്നല്ലേ പറഞ്ഞത്? ടിൻഡുവിനെ കണ്ടോ? ആ കള്ള ഹിമാറിനെ കഴിഞ്ഞ 1 മാസമായിട്ട് നമ്മൾ കാത്തിക്കാണ്. ലൈം ജ്യൂസും പഫ്സും കഴിച്ച വകയില് 250 ഉറുപ്പ്യ ഓനെനിക്ക് തരാണ്ടെന്ന്. ശരി ട്ടോ, പിന്നെ കാണാം. ഇവനിവിടെ ഉണ്ടായിരുന്നോ? ടിൻഡു എടാ, നമ്മുടെ ജിമ്മിയുടെ അച്ഛൻ ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. ജിമ്മിയുടെ അച്ഛനല്ലേ, അല്ലാതെ എന്റെ അച്ഛനൊന്നും അല്ലല്ലോ. അതും ആഫ്രിക്കയിൽ നിന്നല്ലേ, അമേരിക്കയിലൊന്നും അല്ലല്ലോ. ഇവന്റെ ഒരു കാര്യം എടാ, സംഗതി അതല്ല. സംഗതി എന്തായിട്ട് എന്താടാ? ആഫ്രിക്കൻ കൺട്രീസിൽ കംപ്ലീറ്റ് പട്ടിണിയാടാ. എന്റെ പൊന്നു ടിൻഡു, നീ തോക്ക് കയറി വെടിവെക്കാതെ ഞാൻ പറയുന്നത് കേക്ക്. ഓക്കെ, ഇനി കാര്യം പറയാം. എടാ, ജിമ്മിയുടെ പപ്പ ആഫ്രിക്കയിൽ നിന്ന് വരുമ്പോ ഒരു നീഗ്രോയെ കൂടെ കൂട്ടിയിട്ടുണ്ട്. നീഗ്രോയോ? അത് കൊള്ളാലോ. അവിടെ ഇപ്പോ നീഗ്രോകൾക്കൊക്കെ വിലക്കുറവായിരിക്കുമല്ലേടാ? തമാശയല്ല, കാര്യമാ. ആ ജിമ്മി എന്താ പറഞ്ഞെന്നറിയാമോ? ആ നീഗ്രോ വലിയ സിനിമാ നടനാണത്രേ. അവൻ ടൈറ്റാനിക്കിലെ നായകനാണ് എന്നൊക്കെയാ. അമ്പടാ പുളു. ശരി, ഒന്ന് കണ്ടു കളയാം. കണ്ടോ അവന്റെ അഹങ്കാരം കണ്ടോ? ആ ജിമ്മി ഇപ്പൊ നാട്ടിലെ സ്റ്റാറായി മോനെ. ശരിക്കും ഹീറോ. അവനെ സീറോ ആക്കുന്ന വിദ്യ ഞാൻ കാണിച്ചു തരാമടാ. ഹായ് ജിമ്മി. ആരടാ ഇത്? ഇതാണ് മിസ്റ്റർ ജോർജ് ഡിസൂസ കോലാച്ചി. നായകൻ ടൈറ്റാനിക് സിനിമയില്ലേ, ആ സിനിമയിലെ നായകൻ. ഓ അങ്ങനെയാണോ? എടാ ജിമ്മി, ഒരു സംശയം. അല്ല, ഈ ടൈറ്റാനിക്കേ മുങ്ങിയതാണോ അതോ കത്തിയതാണോ? പുള്ളിയെ കണ്ടപ്പോ ഒരു സംശയം. ഹലോ, ഡോക്ടർ അല്ലേ? അതെ ഡോക്ടർ, എന്റെ മകന് ഭയങ്കര ദഹനക്കേട്. അവന്റെ പേരോ ടിൻഡു. ദഹനക്കേടിന് വല്ല ചികിത്സയും ഉണ്ടോ ഡോക്ടർ? ആ, ചികിത്സയൊക്കെ ഉണ്ട്. ഒരു കാര്യം ചെയ്യൂ, മകനെയും കൂട്ടി ക്ലിനിക്കിലേക്ക് വരൂ. ഓക്കെ ഡോക്ടർ. ടിൻഡു, എടാ ടിൻഡു. എന്താ അമ്മേ, പലഹാരം കഴിക്കാനാണോ വിളിച്ചേ? പലഹാരം കഴിക്കാനല്ല, നിന്റെ ദഹനക്കേടിന് പരിഹാരം ഉണ്ടാക്കാനാ വിളിച്ചത്. അത്രേ ഉള്ളൂ? അതിനെന്താ കുഴപ്പം? നമുക്ക് പലഹാരം കഴിച്ചുകൊണ്ട് പരിഹാരം ഉണ്ടാക്കാം. എടാ, ഇങ്ങനെ 24 മണിക്കൂർ ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാ ഇങ്ങനെ ദഹനക്കേട് വരുന്നത്. അതിനെന്തിനാ അമ്മ ചൂടാവുന്നേ? സന്തോഷിക്കല്ലേ വേണ്ടത്. എനിക്ക് ആരോഗ്യം ഉണ്ടാവുന്നുണ്ടല്ലോ. എടാ മോനെ, ദഹനക്കേട് ആരോഗ്യമല്ല, സൂക്കേടാ. നീ വേഗം ആ രാജൻ ഡോക്ടറെ ക്ലിനിക്കിലേക്ക് ചെല്ല്, അമ്മ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറെ, ഞാൻ ആ ടിൻഡു മോൻ. അമ്മ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഓ യെസ്. അമ്മ പറയുന്നു എനിക്ക് ദഹനക്കേടാണെന്ന്. എനിക്ക് ചെറിയൊരു സംശയം. അതെ ഇൻഡൈജഷൻ. ഓക്കെ. ഇയാൾ എന്തൊക്കെയായി പറയണത്? 1 മാസം കഴിഞ്ഞിട്ടാണ് ചികിത്സ. അതുവരെ ചില കളികളിൽ ഏർപ്പെടണം. ക്രിക്കറ്റ്, ഫുട്ബോൾ ഇഷ്ടമാണോ? പിന്നല്ലാതെ. എങ്കിൽ 1 മാസം നന്നായിട്ട് ക്രിക്കറ്റ് ഫുട്ബോളും കളിച്ചിട്ട് വരൂ. നന്നായിട്ട് കളിച്ചാ വേറെ ചികിത്സയൊന്നും വേണ്ട.
നമസ്കാരം, ഞാൻ ടിന്റുമോൻ. നീ ഞാൻ പറഞ്ഞതുപോലെ ക്രിക്കറ്റ് ഫുട്ബോളും കളിച്ചില്ലേ? പിന്നെ 24 മണിക്കൂർ എനിക്ക് അത് തന്നെയായിരുന്നു പണി. എങ്ങനെയാ കളിച്ചേ? കമ്പ്യൂട്ടറിലെ ഗെയിമേ. ഹായ് ദീപു, എന്തൊക്കെയാ വിശേഷം? ടിൻഡു, നീ ഉച്ചക്ക് ശേഷം വീട്ടിലുണ്ടാവുമോ? എനിക്ക് അത്യാവശ്യമായി നിന്നെ ഒന്ന് കാണണമായിരുന്നു. കുറെ സംസാരിക്കാനുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, നീ ഇങ്ങ് പോര്. അതെ, ചുമ്മാ കയ്യും വീശി വന്നാ പോല വല്ല ഓറഞ്ചോ പലഹാരമോ ഒക്കെ വാങ്ങി വരണം. പിന്നെ നീ എന്താ ഹോസ്പിറ്റലിൽ കിടക്കുകയല്ലേ? ഓറഞ്ച് തിന്നാൻ ഒന്ന് പോടാ. ദുഷ്ടൻ. പറഞ്ഞതുപോലെ തന്നെ കയ്യും വീശി വന്നു കളഞ്ഞു. എന്തിനാ വന്നത്? അതൊക്കെയുണ്ട് പറയാം. അല്ല, ഇന്നല്ലേ നിന്റെ പെങ്ങളെ ആ ഡോക്ടർ പെണ്ണു കാണാൻ വരുമെന്ന് പറഞ്ഞത്? ഓ, അവര് പറഞ്ഞ സമയത്ത് തന്നെ എത്തി. കൂടെ അങ്ങയുടെ അമ്മാവനും ഉണ്ടായിരുന്നു. എടാ വിടണ്ട കേട്ടോ, പൂത്ത കാശുകാരനാ. പക്ഷേ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താടാ, നിന്റെ പെങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? പെങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് മാത്രം പോരല്ലോ, അങ്ങേർക്കൂടെ ഇഷ്ടപ്പെടണ്ടേ? പുള്ളിക്ക് നിന്റെ പെങ്ങളെ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞോ? പുള്ളിക്കാരൻ എന്താ പറഞ്ഞത്? അതല്ലേ ആകെ കൺഫ്യൂഷൻ ആയത്. പുള്ളി വന്ന് പെണ്ണ് കണ്ടു. പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോ പറയാ ഒബ്സർവേഷനിലാണ്, 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല എന്ന്. എന്ത് പറയാനടാ, ഡോക്ടർമാരുടെ കാര്യമല്ലേ. അല്ല, നീ എന്തിനാ വന്നത്? എടാ, എന്റെ ഫ്രണ്ട് നിമ്മി ഇല്ലേ, ഇന്ന് അവളുടെ പിറന്നാളാ. വിശ്വസിക്കരുത് മോനെ, ഇവളുമാർക്ക് വർഷത്തിൽ 4ഉം 5ഉം പിറന്നാളുണ്ടാവും. പറ്റിക്കൽസ് ആണ് മോനെ. അതല്ലടാ, ഇത് കാര്യമായിട്ടാ. അവൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഞങ്ങള് പരിചയപ്പെട്ടിട്ട് ഇത് ആദ്യത്തെ പിറന്നാളാ. ഒന്ന് ചുമ്മാ ഇരിയടാ, വെറുതെ കാശ് കളയണ്ട. ഇവളുമാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. എടാ, ഇവള് ഡീസന്റാ. എന്താ കൊടുക്കുക? ആള് ഡീസന്റ് ആണല്ലേ, കാണാനെങ്ങനെ? എന്റെ മോനെ, വലുതായാലേ കത്രീന കൈഫിനെ പോലെ ഉണ്ടാകും. അത്രയ്ക്ക് സുന്ദരിയാ. ഓഹോ, അത്രയ്ക്ക് സുന്ദരിയാണല്ലേ. അപ്പൊ തീർച്ചയായും ഗിഫ്റ്റ് കൊടുക്കണം. അതെ അതെ, എന്തെങ്കിലും കാര്യമായിട്ട് കൊടുക്കണം. എന്താടാ കൊടുക്ക? നീ ഒരു കാര്യം ചെയ്യേ, ഇപ്പോ തന്നെ ചെന്ന് എന്റെ മൊബൈൽ നമ്പർ കൊടുത്തേക്ക്. അതെ, നമ്മുടെ ടിൻഡുമോന് എന്തോ തകരാറ് പോലെ. കാലത്ത് മുതൽ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞോണ്ടിരിക്കുക. ദൈവമേ, അവന് വട്ടായോ? അല്ലാതെ തന്നെ മനുഷ്യന് വീട്ടിലും നാട്ടിലും സ്വസ്ഥമായി ജീവിക്കാൻ വയ്യ. ഇനി അവന് വട്ടുകൂടി ആയാ പിന്നെ പറയുകയും വേണ്ട. വാ, നമുക്ക് ചെന്ന് നോക്കാം. യെസ്, കം ഇൻ. മോനെ, നീ എന്താടാ ഈ വേഷത്തിൽ? സ്റ്റോപ്പ് ഇറ്റ്. ഒരു ജില്ലാ കളക്ടറോടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. കളക്ടറോ? 4ാം ക്ലാസ് പഠിക്കുന്ന നീ എങ്ങനെയാടാ കളക്ടർ ആവുന്നത്? അതൊന്നും എനിക്കറിയില്ല. സി, ഇന്ന് കാലത്ത് മുതൽ ജില്ലാ കളക്ടറാണ് ഞാൻ. കളക്ടർ ടിൻഡുമോൻ IAS. എന്തെങ്കിലും പരാതിയുണ്ടോ? പരാതിയോ? പരാതി ഉണ്ടെങ്കിൽ എഴുതി കൊടുത്ത സ്ഥലം വിട്. എടീ, ഇനി ഒന്നും നോക്കാനില്ല, വണ്ടി വിളിച്ച് ഭ്രാന്താശുപത്രിയിലേക്ക് വിട്. എന്താ പേര്? മൈ നെയിം ഈസ് മിസ്റ്റർ ടിൻഡുമോൻ. ടിൻഡുമോൻ IAS, കോഴിക്കോട് ജില്ലാ കളക്ടറാണ്. ഓഹോ, വളരെ നല്ലത്. താങ്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എത്രയായി ഇത് തുടങ്ങിയിട്ട്? എന്ത് തുടങ്ങിയിട്ട്? അല്ല, ഈ കളക്ടർ ഉദ്യോഗം തുടങ്ങിയിട്ട്. ഇന്ന് കാലത്ത് ചാർജ് എടുത്തതാ. ശരി, വാ, നമ്മൾക്കൊരു സ്ഥലം വരെ പോകാം. എന്നെ എന്തിനാ സെല്ലിൽ അടിച്ചത്? എനിക്ക് എന്താ പ്രശ്നം? അതെ, കുഴപ്പമൊന്നുമില്ല, എളുപ്പം ശരിയാവും. അതാ ആ വരുന്ന ആളോട് പറഞ്ഞാ മതി. ഹലോ, താങ്കൾ ആരാ? ഞാൻ ഇവിടുത്തെ ഡോക്ടറാ. ഒന്ന് പതുക്കെ പറയടോ. ഇവിടുത്തെ കളക്ടറാണെന്ന് പറഞ്ഞതിനാ എന്നെ പിടിച്ച് ഈ സെല്ലിൽ അടിച്ചിരിക്കുന്നത്. നീ അറിഞ്ഞില്ലേ, ആ ടോണി ഡുണ്ടുവിനോട് എന്തോ അനാവശ്യം പറഞ്ഞു. എന്നിട്ട് അവൾ അവനെ കണക്കിന് ചീത്ത പറഞ്ഞു. എന്നിട്ട് അവനൊരു കുലുക്കവുമില്ല. അവനെ ഇന്ന് ഞാൻ... നീ അതിലൊന്നും ഇടപെടുവടാ. അവൻ എന്നെ അറിയില്ല. ആകാശത്ത് പറന്നു പോകുന്ന പറവയെ കല്ലെറിഞ്ഞ് വീഴ്ത്തിയവനാടാ ഞാൻ. പറവയെ ഏണി വെച്ച് പിടിച്ചു എന്നല്ലേ?
അത് ഞാൻ പറഞ്ഞതല്ല, എന്നെ പോലെ വേറൊരു മഹാൻ പറഞ്ഞതാ. എന്നിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഞാൻ അവന്റെ 26 പല്ലും താഴെ ഇടും. എടാ, സാധാരണ മനുഷ്യന്മാർക്ക് 32 പല്ല് കാണും. എനിക്ക് കണക്കൊന്നും തെറ്റിയില്ല. പല്ല് കമ്പി ഇടാൻ വേണ്ടി അവന്റെ 4 പല്ല് ഡോക്ടർ വരച്ചു. ഡുണ്ടുമോളുടെ വീട്ടിലെ മതില് ചാടാൻ പോയപ്പോ മൂക്ക് കുത്തി വീണു. അപ്പോൾ പോയി 2 പല്ല്. അങ്ങനെ 26 പല്ല്. അതവിടെ നിക്കട്ടെ, നാളെയല്ലേ കണക്ക് പരീക്ഷ, വല്ലതും പഠിച്ചോ? എടാ, ഒരു മിനിറ്റ്, നീ എവിടെ പോവുക? ടോണിയുടെ പല്ല് കൊഴിക്കാൻ പോവുകയാണോ? നാളെ പരീക്ഷ തുടങ്ങുകയല്ലേ, ഒന്ന് സോപ്പിട്ട് കളയാം. ചേട്ടാ, ഗുരുവായൂർക്ക് പോകുമോ? പോകും, കേറിക്കോ. ഓ, പോകുന്നുണ്ടല്ലേ? എന്നാ ഈ 10 രൂപ വെച്ചോ. ഇത് കൊടുത്തിട്ട് എന്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്ക്. നാളെ പരീക്ഷയാണേ. ടിൻഡു, നീ ചെന്ന് കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങി വന്നേ. ഈ അമ്മയ്ക്ക് തീരെയും ബുദ്ധിയില്ലാതായി പോയല്ലോ. എന്റെ അമ്മേ, പച്ചക്കറിയിലെല്ലാം വിഷമാണെന്ന് പത്രത്തിലുണ്ടായിരുന്നു. വെറുതെ എന്തിനാ അമ്മേ എന്നെ വിട്ട് വിഷം വാങ്ങിപ്പിക്കുന്നത്? ഞാൻ പോവില്ല. അത് ശരിയാ, വിഷമൊക്കെ തന്നെയാ. പക്ഷെ അങ്ങനെ നോക്കിയിരുന്നാലേ വിശക്കുന്നോന്ന് പറഞ്ഞ് അലറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ചെന്ന് വാങ്ങിച്ചു വാ. വാങ്ങിച്ചോണ്ട് വാടാ. വാങ്ങിച്ചോണ്ട് വരാതെ പിന്നെ വാങ്ങിച്ചോണ്ട് അതുവഴി ഞാൻ പോവാൻ പറ്റുമോ? അയ്യോ, നമ്മുടെ ടിൻഡുമോൻ തലകറങ്ങി വീണല്ലോ. എടുക്ക്, വേഗം ആശുപത്രിയിൽ എത്തിക്ക്. ശേ, ആരെയും കാണുന്നില്ലല്ലോ, എന്താപ്പ ചെയ്യാ? അതെ, നിങ്ങളൊരു മനുഷ്യനാണോ? ഒരു ചെറുക്കൻ സ്വന്തം കടയിൽ ബോധം കെട്ട് വീണ് കിടക്കുന്നത് കണ്ടിട്ടും എടുത്ത് ആശുപത്രിയിൽ എത്തിക്കാതെ ആളുകൾ വരുന്നത് നോക്കി ഇരിക്കുകയാണോ? വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. എന്നെ ആശുപത്രിയിൽ എത്തിക്കൂ. ബോധം കെട്ട് കിടക്കുന്ന നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോടാ. ഇതെന്ത് ബോധക്കേടാ? എന്റെ ചേട്ടാ, ഞാൻ അബോധാവസ്ഥയിലാണ് സംസാരിക്കുന്നത്. എനിക്കിപ്പോ ബോധം തീരെയില്ല. വിശ്വസിക്കൂ, എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോ പ്ലീസ്. ഇടയ്ക്ക് വരാറുണ്ടോ? ചിലപ്പോഴൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. പക്ഷെ മിക്കവാറും ദിവസങ്ങളിൽ സൈക്കിളിലാ വരിക. സൈക്കിളിനോ? എടാ, ഈ തലചുറ്റൽ ഇടയ്ക്കിടെ വരാറുണ്ടോന്ന്? ഇല്ല, ഇന്ന് ആദ്യമായിട്ടാ. വൈറ്റമിൻസിന്റെ കുറവാണ്. പച്ചക്കറിയും ഫ്രൂട്ട്സും ധാരാളം കഴിക്കണം, അപ്പൊ ബോധക്കേട് വരില്ല. എന്റെ പൊന്നു ഡോക്ടറെ, പച്ചക്കറിയുടെ വില കേട്ടപ്പോഴാ എന്റെ ബോധം പോയത്. ഇതുവരെ ഒന്ന് ഓടിച്ചു നോക്കാൻ അച്ഛൻ സമ്മതിച്ചിട്ടില്ല. വല്ലാത്തൊരച്ഛൻ തന്നെ. ഇന്നിത് ഓടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ക്ഷമിക്കുന്നതിനുമില്ലേ ഒരു അതിര്? കൊള്ളാം, നീ ഒരു ഭാഗ്യവാൻ തന്നെയാടാ. നിന്റെ അച്ഛനെ പോലെ എന്റെ അച്ഛനും പൂത്ത കാശുകാരനായിരുന്നെങ്കിൽ ഞാനും വാങ്ങിച്ചേനെ. ലൈസൻസ് ഉണ്ടോടാ? പിന്നെ സൈലൻസർ ഇല്ലാതെ? എടാ, എല്ലാ വണ്ടിക്കും സൈലൻസർ ഉണ്ടാവും. ഇങ്ങനെ ഒരു മണ്ടൻ. അതല്ലടാ, ലൈസൻസ് ഉണ്ടോന്ന്. ഓ, ലൈസൻസ്. എന്തിനാടാ ലൈസൻസ്? ഹെൽമെറ്റ് ഇല്ലേ? പോലീസുകാരെ റോഡ് സൈഡിൽ കാണുമ്പോ ഉടനെ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെക്കും. പിന്നെ അവര് കൈ കാണിക്കില്ല. നീ വാ. വേണ്ട, എനിക്ക് പേടിയാ. മാത്രമല്ല കുറെ പഠിക്കാനും ഉണ്ട്. എടാ ദീപു, നിനക്ക് രാത്രി പഠിച്ചാലെന്താ? ഞാൻ ഇന്നലെ രാത്രി 12:30 വരെ പഠിച്ചു. അതേടാ, നന്നായി പഠിച്ചാലേ കയ്യിൽ തരുമെന്ന് അച്ഛൻ പറഞ്ഞു. അതുകൊണ്ട് ഇരുന്ന് പഠിച്ചതാ. നീ വിട്ടോ, നാളെ കാണാം. ബോയ്. അയ്യോ, ഈ എല്ലെണ്ണം കച്ച പയ്യൻ എന്നെ കൊന്നേ. ചേട്ടാ, വല്ലതും പറ്റിയോ? അയ്യോ, എന്നെ കൊന്നേ. പോലീസിനെ വിളിക്ക്. ഡാ, ഇങ്ങോട്ട് മാറി നിൽക്കടാ. നീയാണോടാ ഈ സ്കൂട്ടർ കൊണ്ട് ഈ വയസ്സിനെ ഇടിച്ചിട്ടത്? അതെ സാറേ. മുട്ടേന്ന് വിരിഞ്ഞില്ലല്ലോടാ. പറയടാ, എന്താ സംഭവിച്ചത്? ഞാനൊന്നും അറിയില്ല സാറേ. അറിയില്ലാന്നോ? സൈഡിൽ നിൽക്കുന്ന എന്നെ ഇവൻ വന്നിരിക്കുകയായിരുന്നു സാറേ. പൊന്നു സാറേ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു.
അല്ല ഇതാരാ മമ്മദോ? എന്താ ഇന്ന് ഇത്ര സന്തോഷത്തില്? നിങ്ങൾ അറിഞ്ഞില്ലേ, ഞാൻ പാസ്സായി, SLC പാസ്സായി. ആണോ? നീ എന്ന് തുടങ്ങിയ പരിപാടിയായത്? അതിപ്പോ ഓർമ്മ ശരിയാണെങ്കിൽ 28ാമത്തെ ആണ്. ഹോ, നിന്നെ സമ്മതിക്കണം. എന്റെ പേര് ലിംക ബുക്കിൽ വരാൻ പോവാ. ഗിന്നസുകാര് നോട്ടിട്ട് വെച്ചിരിക്കില്ലേ. അല്ല, എങ്ങനെയാ പാസ്സായെന്ന് പറ. വലിയ കഥയാണ് മോനെ. ഇക്കൊല്ലം താമരശ്ശേരി കോളേജിലാ പഠിച്ചത്. ഞമ്മക്കാണെ ഭയങ്കര ഓർമ്മക്കുറവാ. അൽഷവർമാസ്. അൽഷവർമ്മയല്ല, അൽഷിമേഴ്സ്. അത് തന്നെ. വന്നു കഴിഞ്ഞിട്ട് അതല്ല ഇതല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വന്നത് വന്ന്. എന്നിട്ട് പരീക്ഷ വന്ന് എല്ലാ പേപ്പറും കുഴപ്പമില്ലാണ്ട് എഴുതി. കണക്കാ എന്റെ വീക്ക്നെസ്. കടുകുമണി വ്യത്യാസത്തിൽ അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആയാ ഞമ്മള് തവിട് പൊടി. ഞമ്മള് വിട്ടില്ല. പഠിച്ചോനെ നിങ്ങള് കാത്തോളീന്നും പറഞ്ഞ് അപ്പുറത്തിരുന്ന ചോറാന്റെ പേപ്പർ നോക്കി അതുപോലെ എഴുതി വെച്ച്. റിസൾട്ട് വന്നപ്പോ ഞമ്മള് പാസ്. അമ്പട വീരാ. ടിൻഡു, നീ അകത്തേക്ക് ചെല്ല്, പഠിക്കാൻ സമയമായി. എന്നാ ഞമ്മള് വരുന്നേ. ടിൻഡു, നീ ആ മമ്മദ് പറഞ്ഞതൊന്നും കാര്യാക്കണ്ട. അവൻ എങ്ങനെയും പാസ്സാവട്ടെ. കോപ്പി അടിച്ചിട്ടോ എങ്ങനെയും. അവനെ സമ്മതിക്കണം. പകല് മുഴുവൻ മീൻ കച്ചവടം, അതിന്റെ ഇടയിലാ പഠിത്തം. നിനക്ക് ഇവിടെ പഠിക്കാൻ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്? ടേബിൾ ലാമ്പും മേശയും കസേരയും എല്ലാം ഇല്ലേ? വലിയ കാര്യമായി പോയി. ഇത് എല്ലാവരുടെയും വീട്ടിലുള്ളതല്ലേ. പണ്ട് ഞാൻ പഠിച്ച കാലത്തെ വക്ക് പൊട്ടിയ സ്ലേറ്റും മായ്ക്കാൻ മഷിത്തണ്ട് ചെടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് എത്രയോ സിനിമയിൽ കേട്ടു തഴമ്പിച്ച ഡയലോഗാ. എത്ര കേട്ടിട്ടും നീയൊന്നും നന്നാകുന്നില്ലല്ലോടാ. നിനക്കറിയാമോ എബ്രഹാം ലിങ്കണിനെ പറ്റി? പുള്ളി കുട്ടിയായിരുന്നപ്പോ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിലായിരുന്നു അത്രേ പഠിച്ചത്. അച്ഛൻ ഇതൊക്കെ അറിയാം. പിന്നെ എന്തിനാ അച്ഛാ എനിക്ക് ഈ ടേബിൾ ലാമ്പും കസേരയും മേശയും ഒക്കെ വാങ്ങി തന്നത്? അറിഞ്ഞുകൊണ്ട് എന്നെ നശിപ്പിക്കാനാണല്ലേ? ഹലോ ദീപു. ഇതാരാ? എനിക്ക് മനസ്സിലായില്ല. എടാ, ഇത് ഞാനാ, ടിൻഡു. നമ്മള് സെറ്റപ്പ് ഒക്കെ മാറ്റി മോനെ. ദൈവമേ, ഇത് നീയോ? എവിടുന്ന് അടിച്ചു മാറ്റിയടാ ഈ ഷർട്ടും കണ്ണടയും? പിന്നാലെ വല്ല പാർട്ടീസും തെളിഞ്ഞു വരുമോ? ഞാനും കൂടെ വാങ്ങിച്ചു കൂട്ടേണ്ടി വരുമോ? മോഷണം അത് നിന്റെ കുടുംബക്കാരുടെ ജോലി. ഞാനേ നല്ല അന്തസ്സുള്ള തറവാട്ടിൽ പിറന്ന ബിസിനസ്സുകാരുടെ മോനാ. ബിസിനസ്സുകാരന്റെ മോനോ നീയോ? എന്നു മുതൽ? അല്ല, എനിക്ക് മനസ്സിലായില്ല. ഇന്നലെ രാവിലെ കൃത്യം 9:30-നും 10-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ നിന്റെ അമ്മ വല്ല ബിസിനസ്സുകാരനെയും കിട്ടിയോ? ചേച്ചേ, ആ ശുഭമുഹൂർത്തത്തിൽ ഞാനൊരു ബിസിനസ്സുകാരന്റെ മോനായി. ഇവൻ എന്തൊക്കെയായി പറയുന്നത്? എടാ ടിൻഡു, നിനക്ക് എന്താടാ പറ്റിയത്? നമുക്ക് വല്ല ഭ്രാന്താശുപത്രിയിലും പോയാലോ? എന്താടാ അവിടെ നിന്റെ വല്ല മാമനും ചികിത്സയിലുണ്ടോ? എന്റെ ദീപു, ഇന്നലെ എന്റെ അച്ഛൻ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങി. അല്ല ടിൻഡു, അച്ഛന്മാര് ബിസിനസ് തുടങ്ങിയ പിള്ളേർക്ക് വട്ടാവുമോ? ഇത് എന്ത് വേഷമാണടാ? ഒരു ബിസിനസ്സുകാരന്റെ മകനാവുമ്പോ നമ്മൾ കൂതറായി നടക്കാൻ പാടില്ല ദീപു. എന്റെ അച്ഛനും ബിസിനസ്സുകാരനാ, എന്നിട്ട് ഞാനിതുപോലെ വേഷം കെട്ടി നടന്നിട്ടില്ലല്ലോ. ഓഹോ, നിന്റെ അച്ഛൻ എന്തിന്റെ ബിസിനസ്സാ? കൊപ്രയുടെ ബിസിനസ്സാ? കൊപ്ര ആട്ടെ, ആ ബിസിനസ്സിൽ ആരെങ്കിലും കൈ കടത്താറുണ്ടോ? കൈ കടത്തിയാൽ എന്റെ അച്ഛൻ അവന്റെ കൈ വെട്ടും. പക്ഷെ എന്റെ അച്ഛന്റെ ബിസിനസ്സിൽ വല്ലവരും കൈ കടത്തിയാൽ അച്ഛൻ അവന്മാരെ ഷെയ്ക്കാൻഡ് കൊടുത്ത് പറഞ്ഞു വിടും. അയ്യോ, നിന്റെ അച്ഛൻ ഒരു പൊട്ടനാ. ഇത് പൊട്ടി പോളീസായത് തന്നെ. എടാ, ബിസിനസ്സിൽ ആരെയും കൈ കടത്താൻ സമ്മതിക്കരുത്. അല്ലെങ്കിലും എനിക്ക് പണ്ടേ അറിയാം, ഞങ്ങൾ നന്നാവുന്നതിൽ നിനക്ക് അസൂയയാ. അസൂയയോ? പിന്നല്ലാതെ. എന്റെ അച്ഛന് കയ്യുറ ബിസിനസ്സാ. അതിനകത്ത് നാട്ടുകാര് കൈ കടത്തിയില്ലെങ്കിൽ ഞങ്ങള് കുത്തുവാള എടുക്കില്ലടാ. നീ പുതുതായി വന്ന കുട്ടിയെ പരിചയപ്പെട്ടോ? നല്ല പയ്യനാ. അണ്ണാച്ചി ആയിരുന്നാലും അവനൊരു മോഹവല്ലി. എന്ന് വെച്ചാൽ? അണ്ണാച്ചി ആയാലും അവനൊരു നല്ല പയ്യനാണെന്ന്. ശരിയാ, അണ്ണാച്ചി ആയതിന്റെ ഒരു അഹങ്കാരവും ഇല്ല. ഹരി എന്നാ എല്ലാവരും അവനെ വിളിക്കുന്നത്, അല്ലേ? അതെ അതെ. അല്ല, അവൻ നിന്റെ അടുത്തല്ലേ ഇരിക്കുന്നത്. നിന്റെ വികൃതി തരങ്ങളൊന്നും അവനെ പഠിപ്പിക്കണ്ട. നീ നോക്കിക്കോ, എന്റെ അടുത്തിരുന്നത് കൊണ്ട് മാത്രം അവനൊരു മിടുക്കൻ കുട്ടിയാന്നത് കണ്ടോ? പാവം അണ്ണാച്ചി, അവന്റെ കാര്യം പോക്കാ. ഹലോ ടിൻഡോ, നീയാണല്ലേ എന്റെ പക്കത്തിരിക്കുന്നത്? ആമാ, അത് വന്ന് ഞാൻ താൻ ഉങ്ക പക്കത്ത് ഉക്കാര പോറതുങ്ക.
ഇപ്പൊ പവിത്ര മാഷിയുടെ ഇംഗ്ലീഷ് ക്ലാസ്സാ. മാഷ് ரொம்ப നല്ല രസികർ. തമിഴ് വേണ്ട അല്ലേ? മാഷിന്റെ ക്ലാസ് സൂപ്പർ ആണെന്ന്. മാഷിപ്പോ വരും. கடவுளே இங்கிலீஷ்ல கேட்டாலே எனக்கு பயம் இருக்கு. കവലപ്പെടാ അല്ല, ഭയപ്പെടേണ്ട. മാഷൊരു പാവം. ടിൻഡു, ഞാൻ ഇന്നലെ എടുത്ത ഇംഗ്ലീഷ് പരീക്ഷയിൽ പശുവിനെ കുറിച്ച് 5 വാചകം എഴുതാൻ പറഞ്ഞിട്ട് നീ എന്താണ് എഴുതി വെച്ചത്? ഉത്തരം. അതെനിക്കറിയാം. എടാ, കഴിഞ്ഞ കൊല്ലം 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോഴേ നീ എഴുതിയ അതേ വാചകങ്ങളാണല്ലോടാ ഇക്കൊല്ലവും. ഞാൻ എന്ത് ചെയ്യാനാ? ആ പശു ചത്തില്ല മാഷേ. ഇക്കൊല്ലം അത് തന്നെയാ ഞങ്ങളുടെ പശു. അപ്പോ അത് തന്നെയല്ലേ എഴുതാൻ പറ്റൂ. നിർത്തടാ നിന്റെ ഒരു ചിരി. ഈ ടിൻഡുമോനോടെ കളി. എന്തിനും ഉത്തരം റെഡി. ഓ, ഒരു ടിൻഡുമോൻ. നിനക്ക് നീ ടിൻഡുമോനാണെന്നൊരു അഹങ്കാരം ഉണ്ടല്ലേ? നിന്റെ പേരിൽ ഓരോ പൊട്ട മെസ്സേജൊക്കെ ഉള്ളതുകൊണ്ടാണോ ഇത്ര അഹങ്കാരം? എന്നാ നാളെ വരുമ്പോ നിന്റെ പേര് ഒരു 50 തവണ എഴുതിയിട്ട് ക്ലാസ് കയറിയാൽ മതി. ഓ, ഒരു ചിരിവീരൻ. നീയും നിന്റെ പേര് 50 പ്രാവശ്യം എഴുതി കാണിച്ച് കയറിയാ മതി. கடவுளே പാവം പയ്യന്റെ ബോധം പോയി. എന്ത് അതിക്രമമോ മാഷേ അവനോട് ചെയ്തത്. ഞാൻ പേര് എങ്ങനെയെങ്കിലും ഒക്കെ എഴുതാം, അത് പോട്ടെ. അവന്റെ കാര്യം അങ്ങനാണോ? പേരിനെന്താടാ കുഴപ്പം? ഹരി എന്നല്ലേ? അത് വിളിപ്പേര്. ശരിക്കും പേര് കേൾക്കണോ? ഇത് 50 തവണ എഴുതിയാലേ അവന്റെ കാറ്റ് പോവും. ദാ കേട്ടോ പേര്: ഹരിനാരായണ ശിവസുബ്രഹ്മണ്യ ശ്രീരാമചന്ദ്രൻ. എങ്ങനെയുണ്ട്? എന്തൊക്കെയുണ്ട് ടിൻഡു വിശേഷം? പ്രത്യേകിച്ചൊന്നും ഇല്ല ടിൻഡു, അങ്ങനെ പോകുന്നു. നീ ഇന്ന് ലീവായിരുന്നു അല്ലേ? ഇന്ന് ഗൾഫിലുള്ള ചേച്ചി വന്നായിരുന്നു. നിന്റെ വീട്ടിലൊരു പുതിയ കാറ് കണ്ടല്ലോ, അതേതാ? അത് അച്ഛന്റെ ബർത്ത്ഡേക്ക് ചേച്ചി അച്ഛന് കൊടുത്ത ഗിഫ്റ്റാ. അത് ഇമ്പോർട്ടഡ് കാറാണ് മോനെ. കാറ് ഗിഫ്റ്റ് കൊടുത്തു അല്ലേ? നിന്റെ ചേച്ചി ആള് പൊലിയാണല്ലോ. ചേച്ചിയുടെ ഹസ്ബൻഡ് ഗൾഫിലെ ഡോക്ടറാ. നിന്റെ അച്ഛന്റെ ഒരു ടൈം. അടുത്ത മാസം എന്റെ ബർത്ത്ഡേ അല്ലേ? എനിക്ക് നീ എന്താ വാങ്ങിത്തരാ? റോഡ് സൈഡിൽ കിടക്കുന്ന ചുവന്ന കാറില്ലേ, ആ ടൈപ്പ് കാറാണോ എനിക്ക് തരാൻ പോകുന്നേ? അതെ അതെ, അതേ കളറുള്ള ഒരു ഹെയർ പിൻ ആണ് നിനക്കുള്ള ഗിഫ്റ്റ്. ഞാനൊരു പുതിയ മൊബൈൽ വാങ്ങി അളിയാ. എത്രയായടാ? 1 ലക്ഷമെങ്കിലും ഉണ്ടാവും. ടച്ച് സ്ക്രീൻ ആണോ? അല്ലാതെ പിന്നെ. ബാലിശമായ ചോദ്യങ്ങൾ ചോദിക്കാതെ ഉണ്ടോ? ഇതിൽ നെറ്റ് കിട്ടില്ലേ? വീണ്ടും ഞാൻ പറയുന്നു, ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാതെ. ശരിയാ, എല്ലാം കാണും. 1 ലക്ഷത്തിന്റെ മുതലല്ലേ? നിനക്ക് വേണ്ടേ ഒരു മൊബൈൽ? എനിക്കെന്തോ താല്പര്യമില്ല. നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടുന്നത് പോലെ. ഓ പിന്നെ, താത്ത മുന്തിരി പൊളിക്കും. നീ അധികം കിടന്ന് ഞകളിക്കേണ്ട. മൊബൈൽ സ്ഥിരമായി വിളിക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല. ഞാനും കേട്ടു, സ്ഥിരമായ ഉപയോഗം തലച്ചോറിനെ സാരമായി ബാധിക്കുമെന്ന്. എന്താ ടിൻഡു നിന്റെ അഭിപ്രായം? അതിന് മൊബൈൽ ഇല്ലാത്ത ഞാനും തലച്ചോറില്ലാത്ത നീയും എന്തിനാടാ പേടിക്കുന്നേ? അമ്മേ, ഇന്നെന്താ ഉണ്ടാക്കുന്നത്? ഒന്ന് പറ അമ്മേ. തുടങ്ങി. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഇഡ്ഡലിയാണോ ദോശയാണോ? ദൊഡ്ഡലി മതിയോ? അത് മതിയോ? അതെന്താ, സങ്കരമാണോ? അവന്റെ ഒരു സങ്കരം. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഒന്ന് പറയമ്മേ, എന്താ ഉണ്ടാക്കുന്നത്? ഓ, ഉപ്പുമാവാടോ, ഉപ്പുമാവ്. ഓ, നമ്മുടെ സോൾട്ട് മാംഗോ ട്രീ. എന്താ, അത് മോന് ഇഷ്ടല്ലേ? പിന്നെ ഭയങ്കര ഇഷ്ടല്ലേ എന്റെ അമ്മേ. ആർക്ക് വേണം അമ്മയുടെ ഒരു ഉപ്പുമാവ്? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കിട്ടുന്ന സാധനമാ. പിന്നെ എന്റെ പൊന്നുമോൻ എന്താ വേണ്ടത്? ഇറച്ചിയും പൊറാട്ടയും. ബെസ്റ്റ്. കൂടിയൊരു ഷവർമ്മയായാലോ? അതെന്താ, എന്നെ ആക്കിയതാണോ? അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഞാൻ ഉണ്ടാക്കി വെച്ചത് മര്യാദയ്ക്ക് കഴിച്ചങ്ങ് പോയിക്കോ. അതിനൊന്നും എന്നെ കിട്ടില്ല. അമ്മ ഒരു 5 രൂപ നോക്കട്ടെ. ദേ, ഒരാള് മുറ്റത്ത് നിന്ന് കരയുന്നു. എന്റെ മോനിന്ന് എന്ത് പറ്റി? എന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? അല്ല, പാവങ്ങളോട് ഇത്ര അനുകമ്പ എപ്പോ തുടങ്ങി? ആ, അതൊക്കെ തുടങ്ങി. പൈസ എടുക്ക്. ആ അൽമാരയുടെ സൈഡില് ചെറിയൊരു പാത്രല്ലേ, അതിൽ നിന്ന് എടുത്തോ.
ശരി അമ്മേ, താങ്ക്സ്. അല്ല ചോദിക്കട്ടെ, അയാൾ എന്തു പറഞ്ഞാ കരയുന്നേ? കടലേ, നിലക്കടലേ എന്നും പറഞ്ഞ അയാള് കരയുന്നത്. അതെ, നമ്മുടെ ടിൻഡുമോന് എന്തോ തകരാറ് പോലെ കാലത്ത് മുതൽ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞോണ്ടിരിക്കുക. ദൈവമേ, അവന് വട്ടായോ? അല്ലാതെ തന്നെ മനുഷ്യന് വീട്ടിലും നാട്ടിലും സ്വസ്ഥമായി ജീവിക്കാൻ വയ്യ. ഇനി അവന് വട്ടുകൂടി ആയാ പിന്നെ പറയുകയും വേണ്ട. വാ, നമുക്ക് ചെന്ന് നോക്കാം. യെസ്, കം ഇൻ. മോനെ, നീ എന്താടാ ഈ വേഷത്തിൽ? സ്റ്റോപ്പ് ഇറ്റ്. ഒരു ജില്ലാ കളക്ടറോടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. കളക്ടറോ? 4ാം ക്ലാസ് പഠിക്കുന്ന നീ എങ്ങനെയാടാ കളക്ടർ ആവുന്നത്? അതൊന്നും എനിക്കറിയില്ല. സി, ഇന്ന് കാലത്ത് മുതൽ ജില്ലാ കളക്ടറാണ് ഞാൻ. കളക്ടർ ടിൻഡുമോൻ IAS. എന്തെങ്കിലും പരാതിയുണ്ടോ? പരാതിയോ? പരാതിയുണ്ടെങ്കിൽ എഴുതി കൊടുത്ത സ്ഥലം വിട്. എടീ, ഇനി ഒന്നും നോക്കാനില്ല. വണ്ടി വിളിച്ച് ഭ്രാന്താശുപത്രിയിലേക്ക് വിട്. എന്താ പേര്? മൈ നെയിം ഈസ് മിസ്റ്റർ ടിൻഡുമോൻ. ടിൻഡുമോൻ IAS. കോഴിക്കോട് ജില്ലാ കളക്ടറാണ്. ഓഹോ, വളരെ നല്ലത്. താങ്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എത്രയായി ഇത് തുടങ്ങിയിട്ട്? എന്ത് തുടങ്ങിയിട്ട്? അല്ല, ഈ കളക്ടർ ഉദ്യോഗം തുടങ്ങിയിട്ട്. ഇന്ന് കാലത്ത് ചാർജ് എടുത്തതാ. ശരി, വാ, നമ്മൾക്കൊരു സ്ഥലം വരെ പോകാം. എന്നെ എന്തിനാ സെല്ലിലടിച്ചത്? എനിക്കെന്താ പ്രശ്നം? അതെ, കുഴപ്പമൊന്നുമില്ല. എളുപ്പം ശരിയാവും. അതാ ആ വരുന്ന ആളോട് പറഞ്ഞാ മതി. ഹലോ, താങ്കൾ ആരാ? ഞാൻ ഇവിടുത്തെ ഡോക്ടറാ. ഒന്ന് പതുക്കെ പറയടോ. ഇവിടുത്തെ കളക്ടറാണെന്ന് പറഞ്ഞതിനാ എന്നെ പിടിച്ച് ഈ സെല്ലിൽ അടിച്ചിരിക്കുന്നത്. വരൂ വരൂ ടിൻഡു, ദേ നിന്റെ ഫ്രണ്ട് ദീപുവും അവന്റെ അച്ഛനും വന്നിരിക്കുന്നു. ഹായ് ദീപു. ഹായ് ദീപുവിന്റെ അച്ഛാ. അച്ഛോ, ഇതാണ് ടിൻഡു, മൈ ബെസ്റ്റ് ഫ്രണ്ട്. ആ, കുറെ ആയിട്ട് വിചാരിക്കുന്നതാ നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന്. ദീപു എപ്പോഴും പറയും. അയ്യോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ ഒന്നും ചെയ്യല്ലേ. എന്താടാ ടിൻഡു, വീട്ടില് വരുന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അതമ്മേ, ഞാൻ കരുതി കാണണമെന്ന് പറഞ്ഞത് എന്നെ തല്ലാനായിരിക്കുമെന്ന്. ഏതായാലും ഇപ്പൊ ഊണ് കഴിക്കാം. വലിയ രുചിയൊന്നും കാണില്ല കേട്ടോ. അതൊക്കെ അവർ കഴിക്കുമ്പോ അനുഭവിച്ചോളൂ. എന്തിനാ അമ്മേ വെറുതെ ഇപ്പോഴേ പറഞ്ഞവരെ പേടിപ്പിക്കുന്നത്? പിന്നെ എന്തൊക്കെയുണ്ടടാ ടിൻഡു വിശേഷങ്ങൾ? സുഖം തന്നെ. ഓ, അങ്ങനെ പോകുന്നു. എടാ ടിൻഡു, പപ്പടം കാച്ചിയത് ഇവിടെ വെച്ചിരുന്നല്ലോ, അതെവിടെ? പപ്പടമോ? അമ്മേ, പപ്പടം കേടുവരാതിരിക്കാൻ ഞാൻ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ. ആഹാ, നല്ല ബുദ്ധിമാനാണല്ലോ. ആട്ടെ, മോന്റെ അച്ഛൻ എന്താ ജോലി? അച്ഛൻ പേരുകേട്ട വിവാഹ ബ്രോക്കർ അല്ലേ? അതെയോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് ക്ലീറ്റസിന് ഒരു പെണ്ണ് വേണം. അവരുടെ സ്റ്റാറ്റസിനും കൂടെ ചേർന്നൊരു പെണ്ണായിരിക്കണം. ഛേ, ക്ലീറ്റസിനും സ്റ്റാറ്റസിനും കൂടി ഒരു പെണ്ണോ? അമ്മാതിരി ഏർപ്പാടിനൊന്നും എന്റെ അച്ഛനെ കിട്ടില്ല. എങ്കി വരൂ, ഊണ് കഴിക്കാം. ആഹാ, ചോറും കറിയും വളരെ നന്നായിട്ടുണ്ട്. ആ, പിന്നെ ടിൻഡുവിന്റെ അമ്മ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേകതയാ. അതെയോ? എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും എന്ത്? ഞാൻ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ ഒരു പക്ഷി കഴിക്കുന്നത് പോലെയാണെന്ന്. അതെ, വളരെ ശരിയാണ്. കഴുകനും ഒരു പക്ഷിയാണല്ലോ, അല്ലേ അമ്മേ?